വചനമേ നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എന്റെ ആത്മാവിനാശ്വാസമേ. വചനം വചനം വചനം. 1 ദിനവൃത്താന്തം 15-ാം അധ്യായം. ദാവീദ് തൻ്റെ പട്ടണത്തിൽ തനിക്ക് വേണ്ടി ഭവനങ്ങൾ നിർമ്മിച്ചു. ദൈവത്തിൻ്റെ പേടകത്തിനു വേണ്ടി അവൻ ഒരു സ്ഥലം തയ്യാറാക്കുകയും അതിനുവേണ്ടി കൂടാരം വിരിക്കുകയും ചെയ്തു. ലേവ്യരല്ലാതെ ആരും ദൈവത്തിൻ്റെ പേടകം വഹിക്കരുതെന്ന് ദാവീദ് കൽപ്പിച്ചു. കാരണം കർത്താവിൻ്റെ പേടകം വഹിക്കാനും എന്നേക്കും അവിടുത്തെ ശുശ്രൂഷിക്കുവാനും കർത്താവ് അവരെ തിരഞ്ഞെടുത്തിരുന്നു. ദാവീദ് കർത്താവിൻ്റെ പേടകത്തിനു വേണ്ടി സജ്ജമാക്കിയിരുന്ന സ്ഥലത്തേക്ക് അത് കൊണ്ടുവരാൻ ഇസ്രായേൽ മുഴുവനെയും ജെറുസലേമിലേക്ക് വിളിച്ചുകൂട്ടി. അഹരോന്യരെയും ലേവായരെയും ദാവീദ് ഒരുമിച്ച് കൂട്ടി. കഹാദിൻ്റെ പുത്രന്മാർ നേതാവായ ഉറിയേലും അവൻ്റെ സഹോദരന്മാരും 120 പേർ. മെറാറിയുടെ പുത്രന്മാർ നേതാവായ അസയായും അവൻ്റെ സഹോദരന്മാരും 220 പേർ. ഗെർഷോമിൻ്റെ പുത്രന്മാർ നേതാവായ ജോയേലും അവൻ്റെ സഹോദരന്മാരും 130 പേർ. എലിസഫാൻ്റെ പുത്രന്മാർ നേതാവായ ഷമയായും അവൻ്റെ സഹോദരന്മാരും 200 പേർ. ഹെബ്രോനിൻ്റെ പുത്രന്മാർ നേതാവായ എലിയേലും അവൻ്റെ സഹോദരന്മാരും 80 പേർ. ഉസിയേലിൻ്റെ പുത്രന്മാർ നേതാവായ അബിനാദാബും അവൻ്റെ സഹോദരന്മാരും 112 പേർ. ദാവീദ് പുരോഹിതന്മാരായ സാദോക്കിനെയും അബിയാദറിനെയും ലേവായരായ ഉറിയേൽ, അസായ, ജോയേൽ, ഷമായ, എലിയേൽ, അമിനാദാബ് എന്നിവരെയും വിളിച്ചു വരുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലേവായരുടെ പിതൃതലവന്മാരാണ്. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം അതിനായി ഞാൻ ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നതിനായി നിങ്ങളെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ. മുമ്പ് നിങ്ങൾ അത് ചെയ്യാതിരുന്നതിനാൽ നമ്മുടെ ദൈവമായ കർത്താവ് നമുക്കെതിരെ പൊട്ടിത്തെറിച്ചു. കാരണം നമ്മൾ അവിടുത്തെ വിധിപ്രകാരം അന്വേഷിച്ചില്ല. അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ പേടകം കൊണ്ടുവരാൻ ആ പുരോഹിതന്മാരും ലേവായരും തങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു. കർത്താവിൻ്റെ വാക്കനുസരിച്ച് മോശ കൽപ്പിച്ചതുപോലെ ലേവ്യർ തണ്ടുകൾ ഉപയോഗിച്ച് കർത്താവിൻ്റെ പേടകം അവരുടെ തോടുകളിൽ വഹിച്ചു. കിന്നരം, വീണ, കൈത്താളം എന്നീ വാദ്യോപകരണങ്ങൾ കൊണ്ട് ഉച്ചത്തിൽ ആനന്ദാരവം മുഴക്കാൻ ഗായകന്മാരായി തങ്ങളുടെ സഹോദരന്മാരെ നിയമിക്കാൻ ലേവായ നേതാക്കന്മാരോട് ദാവീദ് കൽപ്പിച്ചു. ലേവായർ താഴെ പറയുന്നവരെ നിയമിച്ചു: ജോയേലിൻ്റെ പുത്രൻ ഹെമാനും അവൻ്റെ സഹോദരന്മാരിൽ നിന്ന് ബറാക്കിയായുടെ പുത്രൻ അസാഫും, മെറാര്യരിൽ നിന്ന് അവരുടെ സഹോദരങ്ങൾ കുശയായുടെ പുത്രൻ ഏഥാൻ. അവരോടൊപ്പം 2-ാം സ്ഥാനക്കാരായി ചാർച്ചക്കാരായ സഖറിയ, യാസിയേൽ, ഷെമിറാമോദ്, യഹിയേൽ, ഉന്നി, എലിയാബ്, ബനായ, മാസയ, മത്തിത്തിയ, എലിഫലേഗു, മിക്നയ എന്നിവർ. ദ്വാരപാലകന്മാരായ ഓബദ് എദോമും ജയിയേലും. പിച്ചള കൈത്താളങ്ങൾ മുഴക്കാൻ ഗായകന്മാരായ ഹേമാൻ, അസാഫ്, യദാൻ എന്നിവർ. അലോമോത്ത് അനുസരിച്ച് കിന്നരം വായിക്കാൻ സഖറിയ, അസിയേൽ, ഷെമിറാമോദ്, യഹിയേൽ, ഉന്നി, എലിയാബ്, മാസയ, ബനായ എന്നിവർ. കിന്നരങ്ങൾ കൊണ്ട് ഷെമിനീത് നയിക്കാൻ മത്തീത്തിയ, എലിഫലേഗു, മിക്നയ, ഓബദെദോം, ജയിയേൽ, അസാസിയ എന്നിവർ. ഗീതം നയിക്കാൻ നിപുണനായിരുന്നതുകൊണ്ട്
സംഗീതത്തിന് ലേവായരുടെ നേതാവായ കനനിയ, പേടകത്തിൻ്റെ ദ്വാരപാലകരായി ബറാക്കിയായും എൽക്കാനായും, ദൈവത്തിൻ്റെ പേടകത്തിന് മുമ്പിൽ കാഹളങ്ങൾ മുഴക്കാൻ ഷെബാനിയ, യോസഫാത്ത്, നെഥാനയേൽ, അമസായി, സഖറിയ, ബനായ, എലിയേസർ എന്നിവർ. പേടകത്തിൻ്റെ ദ്വാരപാലകരായി ഓബദ് എദോമും യെഹിയായും. ഓബദ് എദോമിൻ്റെ ഭവനത്തിൽ നിന്ന് കർത്താവിൻ്റെ ഉടമ്പടി പേടകം കൊണ്ടുവരുന്നതിന് ദാവീദും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും ആഹ്ലാദത്തോടെ പുറപ്പെട്ടു. കർത്താവിൻ്റെ ഉടമ്പടി പേടകം വഹിച്ചിരുന്നവരായ ലേവായരെ ദൈവം സഹായിച്ചതിനാൽ അവർ 7 കാളകളെയും 7 മുട്ടാടുകളെയും ബലിയർപ്പിച്ചു. ദാവീദും പേടകം വഹിച്ചിരുന്ന എല്ലാ ലേവായരും ഗായകരുടെ സംഗീതത്തിൻ്റെ നേതാവായ കെനനിയായും നേർത്ത ചണവസ്ത്രം ധരിച്ചിരുന്നു. ദാവീദിന് മേൽ ചണത്തിൻ്റെ എഫോദും ഉണ്ടായിരുന്നു. ആർപ്പുവിളിയോടും കാഹളത്തിൻ്റെയും കുഴലുകളുടെയും കൈത്താളങ്ങളുടെയും നാദത്തോടെയും വീണകൾ, കിന്നരങ്ങൾ എന്നിവ മീട്ടിക്കൊണ്ട് ഇസ്രായേൽ മുഴുവനും കർത്താവിൻ്റെ ഉടമ്പടി പേടകം കൊണ്ടുവരികയായിരുന്നു. കർത്താവിൻ്റെ ഉടമ്പടി പേടകം ദാവീദിൻ്റെ നഗരത്തിലെത്തിയപ്പോൾ സാവൂളിൻ്റെ മകൾ മീകൽ ജനലിൻ്റെ പുറകിൽ നിന്ന് നോക്കുകയും രാജാവായ ദാവീദ് ആഹ്ലാദപൂർവം നൃത്തം ചെയ്യുന്നത് കാണുകയും ചെയ്തു. അപ്പോൾ തൻ്റെ ഹൃദയത്തിൽ അവൾ അവനെ നിന്ദിച്ചു. 1 ദിനവൃത്താന്തം 16-ാം അധ്യായം. അവർ ദൈവത്തിൻ്റെ പേടകം കൊണ്ടുവന്ന് ദാവീദ് അതിനായി വിരിച്ചിരുന്ന കൂടാരത്തിൻ്റെ മധ്യേ അത് സ്ഥാപിച്ചു. ദൈവസന്നിധിയിൽ അവർ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. ഹോമയാഗവും സമാധാനയാഗങ്ങളും അർപ്പിച്ചതിന് ശേഷം ദാവീദ് കർത്താവിൻ്റെ നാമത്തിൽ ജനത്തെ ആശീർവദിച്ചു. ഇസ്രായേലിലെ സ്ത്രീ പുരുഷന്മാർ ഓരോരുത്തർക്കും ഓരോ കിക്കാർ അപ്പവും ഓരോ കഷ്ണം മാംസവും ചുട്ട ഓരോ അപ്പവും അവൻ വീതിച്ചു കൊടുത്തു. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിനെ സ്തുതിക്കുവാനും കൃതജ്ഞത അർപ്പിക്കുവാനും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുവാനും ലേവായരിൽ നിന്ന് കർത്താവിൻ്റെ പേടകത്തിന് മുമ്പിൽ അവൻ ശുശ്രൂഷകരെ നിയോഗിച്ചു. മുഖ്യനായി അസാഫിനെയും രണ്ടാമനായി സഖറിയായെയും കിന്നരങ്ങൾ, വീണകൾ എന്നീ ഉപകരണങ്ങളുമായി ജയിയേൽ, ഷെമിറാമോത്ത്, യെഹിയേൽ, മത്തിത്തിയ, എലിയാബ്, ബനായ, ഓബദ് എദോം, ജയിയേൽ എന്നിവരെയും കൈത്താളങ്ങൾ അടിക്കാൻ അസാഫിനെയും ദൈവത്തിൻ്റെ ഉടമ്പടി പേടകത്തിന് മുമ്പിൽ സദാ കാഹളങ്ങളുമായി ബനായ, യഹസിഹേൽ എന്നീ പുരോഹിതന്മാരെയും. കർത്താവിന് സ്തോത്രഗീതം ആലപിക്കുവാൻ ആദ്യമായി അസാഫിനെയും സഹോദരന്മാരെയും ദാവീദ് അന്ന് തന്നെ നിയമിച്ചു. കർത്താവിന് നിങ്ങൾ കൃതജ്ഞത അർപ്പിക്കുവിൻ, തിരുനാമം വിളിച്ചപേക്ഷിക്കുവിൻ, അവിടുത്തെ കൃത്യങ്ങൾ ജനങ്ങൾക്കിടയിൽ അറിയിക്കുവിൻ, അവിടത്തേക്ക് ഗാനം ആലപിക്കുവിൻ, അവിടുത്തെ പ്രകീർത്തിക്കുവിൻ, അവിടുത്തെ എല്ലാ വിസ്മയകൃത്യങ്ങളെയും കുറിച്ച് ധ്യാനിക്കുവിൻ, അവിടുത്തെ വിശുദ്ധനാമത്തിൽ അഭിമാനിക്കുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. കർത്താവിനെയും അവിടുത്തെ ബലവും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ മുഖം തേടുവിൻ. അവിടുന്ന് ചെയ്ത വിസ്മയകൃത്യങ്ങൾ, അവിടുത്തെ അത്ഭുതങ്ങളും ന്യായവിധി പ്രസ്താവനകളും ഓർക്കുവിൻ. അവിടുത്തെ ദാസനായ ഇസ്രായേലിൻ്റെ സന്തതി, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരായ യാക്കോബിരെ, അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുന്ന് ന്യായവിധികൾ ഭൂമി മുഴുവനിലുമുണ്ട്. അവിടുന്ന് തൻ്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിച്ച് 1000 തലമുറയോട് വചനം അനുശാസിച്ചിരിക്കുന്നു. അത് അവിടുന്ന് അബ്രാഹത്തോട് ചെയ്തതാണ്, ഇസഹാക്കിനോടുള്ള അവിടുത്തെ ശബ്ദവുമാണ്. അത്
യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായ ഒരു ഉടമ്പടിയായും നിലനിർത്തിക്കൊണ്ട് അവിടുന്ന് അരുളി ചെയ്തു. നിങ്ങളുടെ അവകാശവിഹിതമായി കാനാൻ നാട് നിങ്ങൾക്ക് ഞാൻ നൽകും. അതിൽ എണ്ണത്തിൽ തുലവും കുറഞ്ഞവരും പരദേശികളുമായിരിക്കെ അവർ ഒരു ജനതയിൽ നിന്ന് മറ്റൊരു ജനതയിലേക്ക്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു ജനത്തിലേക്ക് അലഞ്ഞു നടന്നിരുന്നു. അവരെ പീഡിപ്പിക്കാൻ ഒരാളെയും അവിടെ നിന്ന് അനുവദിച്ചില്ല. അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശകാരിച്ചു. എൻ്റെ അഭിഷിക്തരെ തൊട്ടുപോകരുത്, എൻ്റെ പ്രവാചകർക്കെതിരെ ദ്രോഹം ചെയ്യരുത്. ഭൂതലമേ, കർത്താവിനായി ഗീതം ആലപിക്കുവിൻ, അവിടുത്തെ രക്ഷ അനുദിനം പ്രകീർത്തിക്കുവിൻ. ജനതകളിൽ അവിടുത്തെ മഹത്വം പ്രഖ്യാപിക്കുവിൻ. ജനങ്ങളെല്ലാവരിലും അവിടുത്തെ അത്ഭുത പ്രവൃത്തികളും. എന്തെന്നാൽ കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാണ്, സർവ്വദേവന്മാരെക്കാൾ ഭയപ്പെടേണ്ടവനും. ജനതകളുടെ ദേവന്മാരെല്ലാം വിഗ്രഹങ്ങൾ മാത്രം, എന്നാൽ കർത്താവാണ് ആകാശങ്ങളെ മനഞ്ഞത്. മഹത്വവും തേജസ്സും അവിടുത്തെ മുമ്പിലുണ്ട്, ശക്തിയും ആനന്ദവും അവിടുത്തെ വാസസ്ഥലത്തും. ജനപദങ്ങളെ കർത്താവിന് നൽകുവിൻ, ശക്തിയും മഹത്വവും കർത്താവിന് നൽകുവിൻ. തിരുനാമത്തിന് യോഗ്യമായ മഹത്വം കർത്താവിന് നൽകുവിൻ. കാഴ്ചകളുമായി തിരുമുമ്പിൽ വരുവിൻ, വിശുദ്ധഭൂഷണത്തോടെ കർത്താവിനെ ആരാധിക്കുവിൻ. ദേശമെല്ലാം കർത്താവിന് മുമ്പിൽ പ്രകമ്പനം കൊള്ളട്ടെ. അവിടുന്നല്ലോ ലോകത്തെ അചഞ്ചലമായി ഉറപ്പിച്ചത്. സ്വർഗം ആനന്ദിക്കട്ടെ, ഭൂമി ആഹ്ലാദിക്കട്ടെ. കർത്താവ് വാഴുന്നു എന്ന് ജനതകൾക്കിടയിൽ അവർ ഉദ്ഘോഷിക്കട്ടെ. സമുദ്രവും അതിലുള്ള സകലതും മട്ടഹസിക്കട്ടെ, കരയും അതിലുള്ള സകലതും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ വനവൃക്ഷങ്ങൾ കർത്താവിന് മുമ്പിൽ ആനന്ദഗീതം ആലപിക്കും. എന്തെന്നാൽ കർത്താവ് ഭൂമിയെ വിധിക്കാൻ വരുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്. എന്തെന്നാൽ അവിടുത്തെ കാരുണ്യം ശാശ്വതമാണ്. ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ, ഞങ്ങളെ മോചിപ്പിക്കണമേ എന്ന് പ്രഘോഷിക്കുവിൻ. അങ്ങയുടെ വിശുദ്ധ നാമത്തെ സ്തുതിക്കുവാനും അങ്ങയുടെ സ്തുതിയിൽ അഭിമാനിക്കുവാനും ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഒരുമിച്ച് കൂട്ടണമേ. ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനാദി മുതൽ അനന്തത വരെ വാഴ്ത്തപ്പെടട്ടെ എന്ന് പറയുവിൻ. കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ജനം മുഴുവനും ആമേൻ എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ ഉടമ്പടി പേടകത്തിന് മുമ്പാകെ ദിനംതോറും ആവശ്യമായ ശുശ്രൂഷ സ്ഥിരമായി നടത്താൻ അസാഫിനെയും അവൻ്റെ സഹോദരന്മാരെയും ദാവീദ് അവിടെ പേടകത്തിന് മുമ്പിൽ നിർത്തി. അവരോട് കൂടെ ഓബദ് എദോമും സഹോദരന്മാരും ചേർന്ന് 68 പേർ ഉണ്ടായിരുന്നു. യെദുദൂനിൻ്റെ മകൻ ഓബദ് എദോം, ഓസ എന്നിവർ ദ്വാരപാലകന്മാരായിരുന്നു. എന്നാൽ പുരോഹിതൻ സാദോക്കും പുരോഹിതന്മാരായ അവൻ്റെ സഹോദരന്മാരും ഗബയോനിലെ ഉന്നതഗിരിയിലെ കർത്താവിൻ്റെ താത്കാലിക ഭവനത്തിന് മുമ്പിലായിരുന്നു. എന്തെന്നാൽ ഇസ്രായേലിനോട് കർത്താവ് കൽപ്പിച്ച അവിടുത്തെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതെല്ലാം അനുസരിച്ച് സ്ഥിരമായി അവർ പ്രഭാതത്തിലും പ്രദോഷത്തിലും ഹോമബലിപീഠത്തിന്മേൽ കർത്താവിന് ഹോമയാഗങ്ങൾ അർപ്പിക്കേണ്ടിയിരുന്നു. അവിടുത്തെ കാരുണ്യം അനന്തമാണെന്ന് സ്തുതിക്കാൻ അവരോടുകൂടെ ഹേമാൻ, യെദുദൂൻ എന്നിവരും തുടർന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ടവരുമുണ്ടായിരുന്നു. ഹേമാനും യെദുദൂനുമാണ് അവരോടൊപ്പം ദൈവിക ഗീതത്തിന് കാഹളവും കൈത്താളവും മറ്റു വാദ്യോപകരണങ്ങളും വാദനം ചെയ്തത്. യെദുദൂൻ്റെ പുത്രന്മാർ വാതിൽ കാവൽക്കാരായിരുന്നു. പിന്നീട് ജനം മുഴുവനും താന്താങ്ങളുടെ വീടുകളിലേക്ക് പോയി. ദാവീദ് തൻ്റെ കുടുംബത്തെ ആശീർവദിക്കുവാൻ തിരിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം. ജനതകളെ കീഴടക്കാൻ
ഞാൻ ആരുടെ വലതുകരം പിടിച്ചുവോ അവനു മുമ്പിൽ വാതിലുകൾ തുറക്കാൻ രാജാക്കന്മാരുടെ അരപ്പട്ടുകൾ ഞാൻ അഴിക്കും. നഗരകവാടങ്ങൾ അടയ്ക്കപ്പെടുകയില്ല. എൻ്റെ ആ അഭിഷിക്തനോട് സൈറസിനോട് ഞാൻ ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഞാൻ നിനക്ക് മുമ്പേ പോവുകയും കുന്നുകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും ചെയ്യും. നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവം കർത്താവായ ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും ഒളിയിടങ്ങളിലെ നിക്ഷേപങ്ങളും നിനക്ക് ഞാൻ തരും. എൻ്റെ ദാസനായ യാക്കോബിനും തിരഞ്ഞെടുക്കപ്പെട്ടവനായ ഇസ്രായേലിനും വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിനക്ക് പേരിട്ടു. ഞാൻ കർത്താവാണ്, വേറൊരുവനില്ല. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിൻ്റെ അരമുറുക്കും. ഞാനാണ് കർത്താവ്, വേറൊരുവനുമില്ല. ഞാനല്ലാതെ മറ്റൊരുവനില്ല എന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നുമുള്ളവർ അറിയുന്നതിനു വേണ്ടി തന്നെ. ഞാൻ പ്രകാശം നിർമ്മിക്കുകയും അന്ധകാരം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഞാൻ ഐശ്വര്യമൊരുക്കുകയും കഷ്ടത സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇവയെല്ലാം ചെയ്യുന്ന കർത്താവ് ഞാൻ തന്നെ. ആകാശമേ, മുകളിൽ നിന്ന് പൊഴിയുക. മേഘങ്ങൾ നീതി ചൊരിയട്ടെ. രക്ഷഫലമണിയാൻ ഭൂമി തുറക്കപ്പെടട്ടെ. ഒപ്പം നീതിയും സംജാതമാകട്ടെ. കർത്താവായ ഞാനാണ് ഇത് സൃഷ്ടിച്ചത്. തൻ്റെ സൃഷ്ടാവിനോട് കലഹിക്കുന്നവന് ദുരിതം. കുശവനോട് മൺപാത്രം പോലെ തന്നെ. നീ എന്താണ് ഉണ്ടാക്കുന്നതെന്നോ നീ ഉണ്ടാക്കിയതിന് കൈപ്പിടിയില്ലല്ലോ എന്നോ തന്നെ മനയുന്നവനോട് കളിമണ്ണ് ചോദിക്കുമോ? പിതാവിനോട് നീ എന്താണ് ജനിപ്പിക്കുന്നതെന്നും സ്ത്രീയോട് നീ എന്താണ് പ്രസവിക്കുന്നതെന്നും ചോദിക്കുന്നവന് ദുരിതം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനും അതിനെ മനയുന്നവനുമായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു: വരാനിരിക്കുന്നവയെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കുവിൻ. എൻ്റെ മക്കളെപ്പറ്റിയോ എൻ്റെ കരവേലയെപ്പറ്റിയോ നിങ്ങൾ എന്നോട് കൽപ്പിക്കുമോ? ഞാനാണ് ഭൂമി ഉണ്ടാക്കിയതും അതിൽ മനുഷ്യനെ സൃഷ്ടിച്ചതും. ഞാനാണ്, എൻ്റെ കരങ്ങളാണ് ആകാശത്തെ വിരിച്ചത്. അതിൻ്റെ സൈന്യത്തെയെല്ലാം ഞാൻ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: നീതിയിൽ ഞാൻ അവനെ ഉണർത്തി. ഞാൻ അവൻ്റെ പാതകൾ നേരെയാക്കും. പ്രതിഫലത്തിനോ സമ്മാനത്തിനോ വേണ്ടിയല്ലാതെ അവൻ എൻ്റെ നഗരം പണിയുകയും എൻ്റെ വിപ്രവാസികളെ വിട്ടയക്കുകയും ചെയ്യും. കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഈജിപ്തിൻ്റെ അധ്വാന ഫലവും എത്യോപ്യയുടെ കച്ചവട ചരക്കും ദീർഘകായരായ സഭായരും നിന്നിലേക്ക് കടന്നു വരികയും നിൻ്റേതാകുകയും ചെയ്യും. അവർ നിന്നെ അനുഗമിക്കും. വിലങ്ങുകളോടെ കടന്നു വന്ന് അവർ നിന്നെ വണങ്ങും. ദൈവം നിന്നോട് കൂടെ മാത്രമാണ്, വേറൊരുവനുമില്ല, മറ്റൊരു ദൈവമില്ല എന്ന് പറഞ്ഞ് അവർ നിന്നോട് പ്രാർത്ഥിക്കും. ഇസ്രായേലിൻ്റെ ദൈവമായ രക്ഷകനെ, അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അവരെല്ലാം ലജ്ജിച്ച് നിന്ദിതരാകും. വിഗ്രഹ നിർമ്മാതാക്കൾ ഒന്നായി അധിക്ഷേപത്തിലേക്ക് നീങ്ങും. നിത്യമായ രക്ഷയാൽ ഇസ്രായേൽ കർത്താവിനാൽ രക്ഷിതമായി. ഒരു കാലവും നിങ്ങൾക്ക് ലജ്ജിക്കേണ്ടി വരികയില്ല, നിങ്ങൾ നിന്ദിക്കപ്പെടുകയുമില്ല. ആകാശത്തിൻ്റെ സൃഷ്ടാവും അവിടെന്നാണ് ദൈവം. ഭൂമിയെ രൂപപ്പെടുത്തി നിർമ്മിച്ചവനുമായ അവിടെന്നാണ് അത് ഉറപ്പിച്ചത്. കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു: ഞാനാണ് കർത്താവ്, ഞാനല്ലാതെ മറ്റൊരുവനില്ല. അവിടുന്ന് രൂപരഹിതമായല്ല അത് സൃഷ്ടിച്ചത്, അധിവസിക്കാനായാണ് അത് രൂപപ്പെടുത്തിയത്. അന്ധകാരദേശത്തിൻ്റെ സ്ഥലത്തോ രഹസ്യമായോ അല്ല ഞാൻ സംസാരിച്ചത്. ശൂന്യതയിൽ നിങ്ങൾ എന്നെ തിരയുവിൻ എന്ന് യാക്കോബിൻ്റെ സന്തതിയോട് ഞാൻ പറഞ്ഞില്ല. കർത്താവായ ഞാനാണ് സത്യം പറയുന്നവൻ, നേരായത് പ്രഖ്യാപിക്കുന്നവൻ. ജനതകളുടെ അഭയാർത്ഥികളെ ഒരുമിച്ച് കൂടി വരുവിൻ.
ഒന്നായി അടുത്തു വരുവിൻ. തങ്ങളുടെ വിഗ്രഹത്തടി പേറുകയും രക്ഷിക്കാൻ കഴിയാത്ത ദേവനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവർ അജ്ഞരാണ്. നിങ്ങൾ വിവരിച്ച് തെളിവ് കൊണ്ടുവരുവിൻ. അവർ ഒന്നിച്ച് കൂടി ആലോചിച്ചു കൊള്ളട്ടെ. പണ്ട് തന്നെ ഇത് പ്രഖ്യാപിച്ചതാരാണ്? അക്കാലത്ത് തന്നെ അത് പറഞ്ഞതാരാണ്? കർത്താവായ ഞാൻ തന്നെയല്ലേ? ഞാനല്ലാതെ വേറൊരു ദൈവമില്ല. നീതിമാനും രക്ഷകനുമായ ദൈവം ഞാനല്ലാതെ മറ്റാരുമില്ല. ഭൂമിയിലെ സകല അതിർത്തികളെ എന്നിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ. എന്തെന്നാൽ ഞാൻ തന്നെയാണ് ദൈവം, വേറൊരുവനുമില്ല. എന്നെക്കൊണ്ട് ഞാൻ ശബ്ദം ചെയ്തിരിക്കുന്നു. എന്നിൽ നിന്ന് സത്യം വചനം പുറപ്പെട്ടിരിക്കുന്നു. അത് തിരിച്ചു വരികയില്ല. ഓരോ മുട്ടും എൻ്റെ മുമ്പിൽ മടങ്ങും. ഓരോ നാവും ശബ്ദം ചെയ്യും. തീർച്ച, നീതിയും ബലവും കർത്താവിൻ്റേതു മാത്രം എന്ന് എന്നെക്കുറിച്ച് അവർ പറയും. അവിടുത്തെ ചെറുക്കുന്നവരെല്ലാം ലജ്ജിതരാകാനായി അവിടുത്തെ അരികിലേക്ക് വരും. ഇസ്രായേലിൻ്റെ സന്തതികളെല്ലാം മഹത്വപ്പെടാനായി കർത്താവിൽ നീതിമാന്മാരാകും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് യേശു വന്നപ്പോൾ അവരോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ വിലാവിൽ എൻ്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോട് കൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. യേശു വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ വിലാവിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. യേശു അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും യേശു ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുന്നത് നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. ദൈവവചനമേ, നിത്യജീവന്റെ ആധാരമേ, രക്ഷയേകിടും സത്യമാർഗമേ, എൻ്റെ ആത്മാവിനാശ്വാസമേ.